بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഇന്നത്തെ വീഡിയോ 110. കഴിഞ്ഞ 107ാമത്തെ വീഡിയോ ചെയ്തിരുന്നു. അതിൽ അറബി പഠന ക്ലാസ്സിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. ഫിയല്, ഇസ്മ, ഹർഫ്, ഇസ്മ, ഫിയല്, ഇങ്ങനെ 4 തരം പദങ്ങളാണ് അറബി ഭാഷയിൽ ആകെ ഉള്ളത് എന്നുള്ള ഇവരൊക്കെ പറഞ്ഞിരുന്നു അന്ന്. അപ്പം അതിൻ്റെ തുടർച്ചയായ വീഡിയോ ആണ് ഇന്നെടുക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പറയുന്നത് 4 തരം ഫിയലുകളുണ്ട്. മാലി, മുദാരി, അംദ്, നഹി. മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്, മുദാരി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ടെൻസിനും പ്രസന്റ് ടെൻസിനും പറ്റുന്ന വാക്ക്, അംദ് എന്ന് പറഞ്ഞാൽ കൽപ്പനക്രിയ, നഹി എന്ന് പറഞ്ഞാൽ നിരോധനക്രിയ. ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുന്നതിനാണ് നിരോധിക്കുക എന്ന് പറയുന്നത്. അത് അങ്ങനെ 4 തരം ക്രിയ 4 ഫോമിലായിരിക്കും. ഈ ഫോമുകൾ നമ്മൾ പഠിച്ചാൽ ഫിയലിൻ്റെ ഫോമുകളെല്ലാം നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഫിയൽ ഏത് ഇസ്മ ഏത് എന്നറിയാൻ വിഷമമില്ല. അതിൽ ഞാൻ ഇവിടെ ഫിയലുകൾ, കുറേ ഫിയലുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഫിയലിൻ്റെ വസന് അല്ലെങ്കിൽ മോഡൽ 22ഓളം ഫിയലുകളുണ്ട്. ആ 22 മോഡൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൽ 3 അക്ഷരമുള്ള ഫിയലുകൾ 6 തരമുണ്ട്. അതാണ് ഇന്ന് എടുക്കുന്നത്. 3 അക്ഷരമുള്ള ഫിയലുകൾ. 3 അക്ഷരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫത്തഹ എന്നൊരു പറഞ്ഞു. ഫത്തഹ എന്നുള്ളൊരു ഫിയല, അതിന് 3 അക്ഷരം ഉള്ളത് ഫ, ത, ഹ. അപ്പോൾ ഇതിൻ്റെ മോഡൽ എങ്ങനെയാണത്? ഫഅല എന്നുള്ള മോഡലാണ്. അതിൻ്റെ മുദാരി വരുന്നത് എന്ന് പറഞ്ഞാൽ മുസ്തഖ്ബിൽ, ഫ്യൂച്ചർ ടെൻസിനും ഭാവികാല ക്രിയക്കും വർത്തമാനകാല ക്രിയക്കും പറ്റുന്ന ഒരു വാക്കുണ്ട്, അതാണ് മുദാരി. അത് പ്രസന്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും പറ്റുന്ന വാക്കാണ്. അപ്പോൾ യഫ്തഹു, ഫത്തഹ യഫ്തഹു എന്നാണ് ഇത് പറയാം. ഫത്തഹ യഫ്തഹു. ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറന്നു, യഫ്തഹു എന്ന് പറഞ്ഞാൽ തുറക്കും, തുറക്കുന്നു, രണ്ടർത്ഥമുണ്ട്. അതാണ് യഫ്തഹു എന്ന് പറഞ്ഞാൽ ഭാവികാലക്രിയ തുറക്കും എന്നും, പ്രസന്റ് ടെൻസ് ആവുമ്പോൾ വർത്തമാനകാലക്രിയ തുറക്കുന്നു എന്നാണ്. മറ്റത് തുറക്കും. ഇങ്ങനെ 2 അർത്ഥം വരുന്നതാണ് യഫ്തഹു എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറബി ഭാഷയിൽ 2 വാക്കുണ്ടായാൽ ടെൻസുകൾ കഴിഞ്ഞു. 3 ടെൻസാണല്ലോ ആകെ ഉള്ളത്. പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പിന്നെ പ്രസന്റ് ടെൻസ്. ഈ ഫത്തഹ യഫ്തഹു എന്ന് പറയുന്നതിലെല്ലാം പെട്ടു. അപ്പോൾ ഫത്തഹ എന്നുള്ള ഫിയൽ നമ്മൾ പറയുമ്പോൾ അത് ഫഅല യഫ്അലു മോഡലാണ്. സുലാസി മുജറദ് എന്ന് അതിന് പറയാം. 3 അക്ഷരം, ബേസിക്കായിട്ട് 3 അക്ഷരമുള്ള ഫിയൽ. 3 അക്ഷരത്തിൽ കൂടുതലല്ല. 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. 6 അക്ഷരം വരെ ഫിയലുകളുണ്ട്. ഒരു വാക്കിൽ 6 അക്ഷരം വരെയുള്ള. അപ്പം 3 അക്ഷരമുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഈ 3 അക്ഷരമുള്ളത് 6 ചാപ്റ്ററാണ്, 6 ബാബ്. സിത്തത്തു അബ്വാബിൻ. അസുലാസിയുൽ മുജറദു സിത്തത്തു അബ്വാബിൻ. 1 ഫഅല യഫ്അലു. അതിൻ്റെ ഉദാഹരണം ഫത്തഹ യഫ്തഹു. ഉദാഹരണങ്ങൾ എത്രയോ നമുക്ക് പറയാനുണ്ട്. ഒരെണ്ണം എടുത്ത് പറഞ്ഞതാ ഫത്തഹ യഫ്തഹു, തുറക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇതുകൊണ്ട് നമ്മളൊരു വാചകം ഉണ്ടാക്കിയാൽ ഫത്തഹൽ വലതു അൽ ബാബ എന്ന് പറയാം. ഫത്തഹ എന്ന് പറഞ്ഞാൽ തുറന്നു, അൽ വലതു എന്ന് പറഞ്ഞാൽ കുട്ടി, അൽ ബാബ വാതിൽ, കുട്ടി വാതിൽ തുറന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഫത്തഹൽ വലതു അൽ ബാബ. ഫത്തഹ എന്നുള്ളത് വാചകം ഉണ്ടാക്കേണ്ട ഒരു ശൈലിയ പറയുന്നത് കേട്ടോ. വാചകത്തിൻ്റെ ഇത് ഇങ്ങനെ പഠിക്കുക. ഫത്തഹൽ വലതു അൽ ബാബ.
ഇനി ഇത് എങ്ങനെ പറയണം എന്നുള്ളത് സ്ഥിരമായിട്ട് എങ്ങനെയാണ് നമ്മൾ വാചകം ഉണ്ടാക്കുന്ന ശൈലി പഠിക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ ഇതിങ്ങനെ വായിച്ചു പോവുക. ഈ വായിക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്യുക. ഫത്തഹൽ വലതു അൽബാബ, യഫ്തഹുൽ വലതു അൽബാബ, യഫ്തഹൽ വലതു അൽബാബ. യഫ്തഹു എന്ന് പറയുമ്പോൾ തുറക്കും അല്ലെങ്കിൽ തുറക്കുന്നു. യഫ്തഹു തുറക്കുന്നു. അൽ വലതു കുട്ടി, അൽബാബ വാതിൽ. അല്ലെങ്കിൽ തുറക്കുന്നു എന്ന് പറഞ്ഞ് പിന്നെ തുറക്കും എന്നുള്ള അർത്ഥം പറയാം ഇവിടെ. യഫ്തഹു തുറക്കും, അൽ വലതു കുട്ടി, അൽബാബ വാതിൽ. അപ്പൊ ഫത്തഹ യഫ്തഹു എന്നുള്ള രണ്ട് വാക്കിന്റെ വാചകങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഫത്തഹൽ വലതുൽ ബാബ, കുട്ടി വാതിൽ തുറന്നു. യഫ്തഹുൽ വലതുൽ ബാബ, കുട്ടി വാതിൽ തുറക്കുന്നു അല്ലെങ്കിൽ തുറക്കും. രണ്ടർത്ഥം ഉണ്ട്. ഇത് മോഡൽ ഫഅല യഫ്അലു എന്നതിന് പറയാം. ഫഅല യഫ്അലു എന്നുള്ള മോഡൽ, അതായത് 6 ബാബിൽ നിന്ന് 6 ചാപ്റ്ററിൽ നിന്ന് ഒരു ചാപ്റ്ററാണ്, ആദ്യത്തെ ചാപ്റ്ററാണ് ഫത്തഹ യഫ്തഹു എന്ന് നമ്മൾ പറഞ്ഞ ഉദാഹരണം. അതിന് ബേസിക്കലായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, അതേതാ? ഫഅല യഫ്അലു എന്ന്. ഫഅല യഫ്അലു ഒന്നാമത്തെ ബാബ്, ഉദാഹരണം ഫത്തഹ യഫ്തഹു. അതിന്റെ 2 വാചകങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഫത്തഹൽ വലതുൽ ബാബ, യഫ്തഹുൽ വലതുൽ ബാബ. ഇങ്ങനെ തന്നെ ഒരു പേര് കിട്ടിയാൽ നമ്മൾ വാചകം ഉണ്ടാക്കേണ്ടത്. രണ്ടാമത്തേത്, ഈ ഫത്തഹനെ പറ്റി, ഈ വാചകത്തെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഫത്തഹ ഫിഅല്, അൽ വലതു ഫായില, അൽ ബാബ മഫ്ഊലാണ്. ഫിഅല്, ഫായില്, മഫ്ഊല് 3 എണ്ണം ഉണ്ട് ഇതില്. ഇതില് അൽ വലതു എന്നുള്ളത് ഫായിലാവുമ്പോൾ ഫായിലിന് ലമ്മ് കൊടുക്കണമെന്ന് ഇപ്പൊ പഠിക്കേണ്ടത്. റഫ്ഇൽ നിന്നാണ് പറയാം. ലമ്മാണ് അൽ വലതു, ആ വലതിന്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് പറയണം. അൽ ബാബ എന്നുള്ള അതിന്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹും പറയണം. പിന്നെ ഫേലിന് ഫത്തഹ എന്ന് പറഞ്ഞ മാലിയായ ഫേലാണ്, അതിന് എപ്പോഴും അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹാവും. എല്ലാ ഫേലിലും അങ്ങനെ അവസാനത്തെ അക്ഷരത്തിന് ഫത്തഹാവും. നടുക്കിലെ അക്ഷരം മാത്രം മാറാം, അക്ഷരത്തിന്റെ ഹർക്കത്ത് മാറാം. അപ്പൊ ഫത്തഹ അൽ വലതു, ഫത്തഹ അൽ വലതു അൽ ബാബ, അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഇനി യഫ്തഹു എന്ന് പറഞ്ഞതോ, യഫ്തഹു എന്ന് പറയുന്നത് ഫത്തഹയിൽ ഒരു യാ ചേർത്ത് കൊടുത്തിട്ട് അത് പ്രസന്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും പറ്റുന്ന വാക്കായി മാറുകയാണ്. അപ്പൊ യഫ്തഹു എന്നായി. എന്നാ യഫ്തഹ എന്ന് പറയാൻ പറ്റുമോ? അതില്ല. യഫ്തഹി എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. യഫ്തഹു എന്ന് തന്നെ പറയണം. ലമ്മാണ് അവസാനത്തെ അക്ഷരത്തിന്. യഫ്തഹുവിന്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മാണ്. ഈ യാ ചേർത്തത് 4 അക്ഷരമുണ്ട് ഒരു ഫേലിനെ മുലാരിയാക്കാൻ. എന്ന് പറഞ്ഞാൽ മാലിയായ ഫേലിനെ പ്രസന്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും പറ്റുന്നതാക്കി മാറ്റാൻ 4 അക്ഷരമുണ്ട്. യാ, താ, അലിഫ്, നൂന്. യഫ്തഹു, തഫ്തഹു, അഫ്തഹു, നഫ്തഹു. ഈ 4ലും കൂടി 14 വാക്കുകൾ വരും. അപ്പൊ അത് വിശദമായിട്ട് നമ്മൾ ഇനി പഠിക്കും. ഈ 14 വാക്കുകൾ ഏതൊക്കെയാണെന്നും മറ്റുള്ള വിശദവിവരങ്ങൾ പിന്നീട് പഠിക്കും. അപ്പൊ അതിൽപ്പെട്ടൊരു വാക്കാണ് യഫ്തഹു. നമ്മൾ ഫേലിനെ കൂട്ടി പറയുമ്പോൾ നമ്മൾ പറയാ ഫത്തഹ യഫ്തഹു എന്നാ കൂട്ടി പറയാം. അപ്പൊ ഫഅല യഫ്അലു എന്ന് പറയണം. ഒന്നാമത്തെ ബാബ് ഫഅല യഫ്അലു. അതിന്റെ ഉദാഹരണം ഫത്തഹ യഫ്തഹു. ഫത്തഹ മാലിയായ ഫീലാണ്. യഫ്തഹു മുദാരിയനും മുദാരിയാണ്. മുദാരി എന്ന് പറഞ്ഞാൽ മുസ്തഖ്ബിലിനും ഹാലിനും പറ്റിയത്, അഥവാ ഫ്യൂച്ചർ ടെൻസിനും പ്രസന്റ് ടെൻസിനും പറ്റിയത്. അപ്പോൾ ഫത്തഹ യഫ്തഹു, ഫഅല യഫ്അലു ആണ് ഒന്നാമത്തെ ബാബ്. രണ്ടാമത്തെ ബാബ് ഫഅല യഫ്ഇലു. ഉദാഹരണം ദറബ യദ്രിബു. ദറബ യദ്രിബു, അടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇതുകൊണ്ട് വാചകം ഉണ്ടാക്കുമ്പോൾ ലറബൽ മുഅല്ലിമു അത്തിൽമീദ, അധ്യാപകൻ അടിച്ചു. ലറബ അടിച്ചു. കണ്ട, ഫത്തഹ എന്ന് പറയുന്ന പോലെ അതേ മോഡൽ തന്നെ ലറബ എന്ന് പറയുന്നു. അൽ മുഅല്ലിമു അധ്യാപകൻ, അത്തിൽമീദ വിദ്യാർത്ഥിയെ അടിച്ചു. ലറബൽ മുഅല്ലിമു അത്തിൽമീദ.
ലറബ എന്നുള്ളത് മാദിയായ ഫീലാണ്. മുഅല്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫായിലാണ്. ഫായിലിന് ദമ്മ് പറയണം എന്ന് പറഞ്ഞില്ല നമ്മള്. റഫ്അ് ദമ്മ്, ഇവിടെ ദമ്മ്. അത്തിൽ മീത റഫ്അ് എന്ന് പറയുന്നത് കുറച്ച് വിശാലമായ പഠനമാണ്. അത് പിന്നീട് പറയാം. അതിൽപ്പെട്ട ഒരൈറ്റമാണ് ദമ്മ് ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഫായിലിന്. അൽ മുഅല്ലിമു, മുഅല്ലിമിന്റെ അവസാനത്തെ വാക്കും നൂനാണ്, അക്ഷരം നൂനാണ്. അതിന് ദമ്മ് പറഞ്ഞു. അൽ മുഅല്ലിമു, ദറബൽ മുഅല്ലിമു, അധ്യാപകൻ അടിച്ചു. അത്തിൽമീദ, വിദ്യാർത്ഥിയെ. അപ്പൊ തിൽമീദ് എന്ന് പറയുന്നത് മഫ്ഊലാണ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. ഈ പ്രവൃത്തി ആരുടെ മേൽ സംഭവിച്ചോ അതിനാണ് മഫ്ഊൽ എന്ന് പറയാം. ആര് ചെയ്തോ, പ്രവൃത്തി ആര് ചെയ്തോ അതാണ് ഫായിൽ. ആരുടെ മേലാണോ ആ പ്രവൃത്തിയുടെ ഫലം സംഭവിച്ചിട്ടുള്ളത് അത് എന്ന് പറഞ്ഞാൽ അടി കൊണ്ടത് ആരാ? അത്തിൽമീദാണ്. അപ്പൊ ആ തിൽമീദ എന്നുള്ളത് മഫ്ഊലാണ്. അതിന് ഫത്തഹ് പറയണം എന്ന് പറഞ്ഞാൽ നെസുബ് എന്നാ പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ ഫത്തഹ് എന്ന് പഠിക്കണ്ടോ. ലറബൽ മുഅല്ലിമു അത്തിൽമീദ. ഇനി അതിന്റെ മുദാരി എന്നത് യദ്രിബുൽ മുഅല്ലിമു അത്തിൽമീദ. ലറബൽ മുഅല്ലിമു അത്തിൽമീദ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ കുട്ടിയെ അടിച്ചു, വിദ്യാർത്ഥിയെ അടിച്ചു. യദ്രിബു എന്ന് പറഞ്ഞാൽ അടിക്കും. യദ്രിബു അടിക്കും. അൽ മുഅല്ലിമു അധ്യാപകൻ, അത്തിൽമീദ വിദ്യാർത്ഥിയെ. യദ്രിബുൽ മുഅല്ലിമു അത്തിൽമീദ. അപ്പൊ അതുമായി. അല്ലെങ്കിൽ അടിക്കുന്നു. യദ്രിബു അടിക്കും, അല്ലെങ്കിൽ അടിക്കുന്നു. അൽ മുഅല്ലിമു അധ്യാപകൻ, അത്തിൽമീദ വിദ്യാർത്ഥിയെ. പിന്നെ മൂന്നാമത്തേത്, അപ്പോൾ ഒന്ന് ഫഅല യഫ്അലു, രണ്ട് ഫഅല യഫ്ഇലു. ദറബ യദ്രിബു അതിന്റെ ഉദാഹരണം. മൂന്നാമത്തേത് ഫഅല യഫ്ഉലു. ഫഅല യഫ്ഉലുവിന്റെ ഉദാഹരണം നസറ യൻസുറു. ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ പറയാനുണ്ടാവും ഫേലുകൾ നമുക്ക്. നസറ യൻസുറു, ഫഅല യഫ്ഉലു എന്നുള്ളതാണ്. നസറ യൻസുറു. നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു, യൻസുറു സഹായിക്കും അല്ലെങ്കിൽ സഹായിക്കുന്നു എന്നാണ്. നസറ ബക്കർ അൽ ഫക്കീറ, പാവങ്ങളെ സഹായിച്ചു, പാവത്തെ സഹായിച്ചു, സാധുവിനെ സഹായിച്ചു. ആര്? ബക്കർ. ബക്കർ എന്ന് പറഞ്ഞ ഒരു പേരാണ്, ഒരാളുടെ പേര്. നസറ ബക്കറുൻ, ബക്കർ സഹായിച്ചു. അൽ ഫക്കീറ, ദരിദ്രനെ. ദരിദ്രൻ എന്നാണ് ഫക്കീർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യനെ സഹായിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. യൻസുറു ബക്കർ അൽ ഫക്കീറ, ബക്കർ സഹായിക്കും അൽ ഫക്കീറ ദരിദ്രനെ. അല്ലെങ്കിൽ യൻസുറു ബക്കർ, ബക്കർ സഹായിക്കുന്നു അൽ ഫക്കീറ ദരിദ്രനെ. അപ്പൊ ഇത് ഇപ്പൊ നമ്മൾ 3 ഫേലുകളെ പഠിച്ചു. 6 ഫേലുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 3 അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാ നമുക്ക് എടുക്കാം. ഇത് 3 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സ്ത്രീലിംഗം വേറെയാണ് കേട്ടോ. ഫത്തഹ അൽ വലതു എന്ന് പറഞ്ഞാൽ ഇത് വലത് പുല്ലിംഗമായതുകൊണ്ട് ഫത്തഹ എന്ന് പറഞ്ഞു. ഇനി സ്ത്രീലിംഗമായാൽ എന്താവും? ഒരു പെൺകുട്ടി തുറന്നു എന്നുള്ളതിനാണെങ്കിൽ എന്താണ് വരിക എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ പഠിക്കാം. എല്ലാം കൂടി ആവുമ്പോൾ മനസ്സിലാവില്ല. ഇന്നിപ്പോ ഈ വീഡിയോയിൽ ഒരു മോഡൽ എന്ന നിലയ്ക്ക് ഞാൻ കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിച്ചതാണ്. കുറച്ചും കൂടി വിശദമായിട്ട് പറയേണ്ടി വരികയാണെങ്കിൽ അങ്ങനെ പറയാം. ഏതായാലും ഇത് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ശ്രോതാക്കള്, ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് നോക്കി മനസ്സിലാക്കണം. ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വിജയമാണ്. അപ്പൊ ഇതേ നിലയ്ക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് പോവാം. ഇല്ലെങ്കിൽ മാറ്റങ്ങൾ എന്താ വേണ്ടെങ്കിൽ വരുത്തുകയും ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.